സ്പെയിൻ ആരാധകരുടെ ലോകകപ്പ് വിജയാഘോഷം അവസാനിക്കുന്നില്ല. സ്പെയിൻ ഫാൻസ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നത് കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറം പാലിയേറ്റീവ് രോഗികളെ ചേർത്ത് നിർത്തൽ കൂടിയായിരുന്നു. സ്പെയിൻ ഫാൻസ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ വെച്ചാണ് വിജയാഘോഷം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി സ്പെയിൻ ആരാധകരാണ് ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് എത്തിയത്. സ്പെയിൻ ഫാൻസ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ വെച്ചാണ് വിജയാഘോഷവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പാലിയേറ്റീവിലെ രോഗികളും കൂട്ടിരിപ്പുകാരും പാലിയേറ്റീവ് അംഗങ്ങളും പാലിയേറ്റീവ് ഫുട് പ്രിന്റ്സ് അംഗങ്ങളും വോളണ്ടിയേഴ്സും പങ്കാളികളായി. മുൻ ഇന്ത്യൻ താരവും സ്പെയിൻ ആരാധകനുമായ അനസ് എടത്തൊടിക ചടങ്ങിൽ മുഖ്യാതിഥിയായി. നമ്മൾ ആരോടും വാക്കുതർക്കങ്ങളിലൂടെ സത്യത്തിൽ പോകാറില്ല. അത് ഫുട്ബോളിലൂടെ, അതിൻ്റെ ടെക്നിക്കിലൂടെ, അതിൻ്റെ ടാക്ടിക്കിലൂടെ സത്യത്തിൽ ഫുട്ബോളിനെ കീഴടക്കിയ ഒരു രാഷ്ട്രമാണ് സ്പെയിൻ. ഞാൻ ആരോടും സത്യം പറയുകയാണെങ്കിൽ ഫുട്ബോളിൽ ഫൈറ്റ് ചെയ്തിട്ടില്ല. എന്നും അർജന്റീനയും ബ്രസീലും എന്നും വായിക്കണം. പിന്നെ അവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളോട് കളിക്കുക, അല്ലെങ്കിൽ ഫ്രാൻസ് ആയിരുന്നു അവർ ഏറ്റവും വലിയൊരു ശക്തി എന്നുള്ളതാണ്. നമ്മളെ സത്യത്തിൽ അവർ കെയർ ചെയ്തില്ല. നമുക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മളാരും കെയർ ചെയ്യരുത്. നമ്മളെങ്ങനെ ഫൈനലിൽ എത്തുന്നു, ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ നൌഷാദ് ടി, ഡോക്ടർ സുധ, പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത പാലിയേറ്റീവ് ഫാർമസിസ്റ്റ് സിസ്റ്റർ ലീന തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. കേക്ക് മുറിച്ചും പാട്ടുപാടിയുമാണ് ആരാധകർ ലോകകപ്പ് വിജയം ആഘോഷമാക്കിയത്. സിറ്റി റോക്കേഴ്സ് കാലിക്കറ്റ് നേതൃത്വം നൽകിയ ഗാനമേള ചടങ്ങിന് മാറ്റുകൂട്ടി. ചടങ്ങിൽ സ്പെയിൻ ഫാൻസ് കേരള വീൽചെയറും നെബുലൈസറുകളും പാലിയേറ്റീവിന് കൈമാറി. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സ്പെയിൻ ഫാൻസ് കേരള സംഘടിപ്പിച്ചത്. വരും നാളുകളിലും ഈ ചേർത്ത് നിർത്തൽ തുടരാനാണ് സ്പെയിൻ ആരാധക കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.